ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. റോങ്ങർ ഹിയർ. അപ്പോൾ അങ്ങനെ ഇന്നലെ നൈറ്റായി വന്ന് കിടക്കുമ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചെങ്കിൽ ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ പ്ലാനിങ് എന്താണെന്നൊക്കെ നോക്കാൻ. അപ്പോൾ നമ്മളവിടെ ഫോൺ കുത്തിച്ചിട്ടുണ്ട്. ഫോൺ എടുത്തിട്ട് വേണം ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പിള്ളേരായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോകണം. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ കുക്കുംബറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം കഴിച്ചിട്ട് ബാക്കി. നമ്മളങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കണ നേരത്താണ് MVDയുടെ ചലാൻ വന്ന് കിടക്കണം. ഗൈസ് MVDയുടെ ഒരു ചലാൻ വന്ന് കിടക്കുന്നുണ്ട്. അത് പിന്നെ അടയ്ക്കാം, സീനൊന്നുമില്ല, വലിയ ഇഷ്യൂ ഇല്ലാത്ത കാര്യമാണ്. പിന്നെ അടയ്ക്കാം. നമുക്ക് എന്തായാലും ഇന്നത്തെ പരിപാടി ആദ്യം എന്താണെന്ന് നോക്കാം. അതിന് ശേഷം പിന്നെ MVDയുടെ ചലാനൊക്കെ അടയ്ക്കാം. അത് വലിയ സീനുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് പേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പേഴ്സ് കിട്ടി. നമുക്ക് എന്നിട്ട് വാലറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ പ്ലാനിങ്ങിന് പോവാം. താഴെ ചെന്നിട്ട് ഏതെങ്കിലും മച്ചന്മാരെ ആദ്യം വിളിക്കണം. സ്ട്രെല്ലറിനെ വിളിച്ചോ. സ്ട്രെല്ലർ എവിടെയാണെന്ന് അറിയില്ല. നോക്കാം. അപ്പോൾ നമുക്ക് താഴേക്ക് എന്തായാലും ഇറങ്ങാം. താഴേക്കൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് പുറത്താരാ MVD പണി കിട്ടി. ഗൈസ് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നമ്മുടെ കാറിൻ്റെ അടുത്ത് MVD വന്നിരിക്കണു. പെട്ടു ഗൈസ്. ഇപ്പം എന്താ ചെയ്യാന്നൊരു പ്ലാൻ ഇല്ലാണ്ട് കറങ്ങാൻ പോകാന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ ഉമ്മറത്ത് MVD. അയ്യോ, സീനായി ഗൈസ്. ഒരു പ്ലാനും ഇല്ലാത്ത പണിയായില്ല അത്. ഫൈൻ അയക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ പ്ലാനിങ് ഒന്നും നടക്കില്ല ഗൈസ്. എന്തൊക്കെ പ്ലാൻ ചെയ്തെന്ന് അറിയുന്ന ഔട്ടിങ് എന്തെങ്കിലുമൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. നമ്മുടെ സിവിക്ക് എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് ഇനിയിപ്പോൾ പോയിട്ട് ഫൈൻ അടയ്ക്കണം ആദ്യം. അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്തായാലും സാറിൻ്റെ പിന്നാലെ ചെല്ലാൻ പറയുന്നുണ്ട്. സാറിൻ്റെ പിന്നാലെ പോവാം നമുക്ക്. സീൻ തന്നെ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പണി വരുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. അപ്രതീക്ഷിതമായി. സാറിത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടേണ്ടി വരും. അല്ലെങ്കിൽ അതിനും ഫൈൻ അടിച്ച് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. നമുക്ക് സ്ലോവിൽ ഇങ്ങനെ പിന്നിൽ തന്നെ പോവാം. അല്ലെങ്കിൽ എപ്പോഴാണ് പണി വരിക എന്നറിയില്ല. ഇപ്പോൾ തന്നെ 40,000 ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി ബാക്കി വണ്ടി നോക്കിയിട്ട് എന്താ കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം. അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഫണ്ട് നമുക്ക് വിഷയമല്ല. എന്നാൽ പോലും ഒരു പ്ലാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വല കിട്ടുന്നത്. സാറിടുന്ന പോലെ അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പിന്നിൽ പോവാം. അങ്ങനത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ വലയാണ് അവൻ ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോണ്. ഒന്ന് സെറ്റായി വരികയായിരുന്നു. ചെക്കനെയാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളൂ. എടുത്തിട്ട് 1 വീക്ക് പോലും ആവുന്നില്ല. അങ്ങനെ നമ്മളിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടി അവിടെ നിന്ന് സാറിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാം. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ അതിനുള്ള ബാക്കി ഫൈനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു നോക്കാം. 40,000 കാണിക്കണമെന്ന്. എന്തായാലും നോക്കിയൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. സംസാരിച്ച് നോക്കാം. സാറേ, എന്തെങ്കിലുമൊക്കെ ചെറുത് കുറയ്ക്കാൻ പറ്റും സാറേ. സാറ് മിണ്ടണമൊന്നുമില്ല ഗൈസ്. സാറിന് എന്തായാലും ഫൈൻ അടയ്ക്കേണ്ടി വരും. സാറ് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് വണ്ടിയൊക്കെ മൊത്തത്തിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഫുള്ളായിട്ട്. അതിൻ്റെ ഇടയിലൊരു മച്ചാൻ വന്നിട്ട് നൈസിൽ നമുക്കിട്ട് താങ്ങി ഗൈസ്. മച്ചാൻ ഇതായിട്ടുണ്ട് തോന്നുന്നു. വണ്ടി കണ്ടപ്പോൾ മച്ചാൻ്റെ ഹാപ്പിനെസ്സിൽ മച്ചാൻ ഇമോജിയൊക്കെ ഇട്ടു. സാറ് പറയണത് ഫൈൻ തന്നെ അടയ്ക്കണം, വേറെ വഴിയില്ല എന്നുള്ളത് പറയണത്. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഫൈൻ അടയ്ക്കാണ്ട് വേറെ വഴിയില്ല ഗൈസ്. നമ്മളെന്തായാലും പെട്ടു. ഇനിയിപ്പോൾ ഇത് അടയ്ക്കാണ്ട് ഇവിടുന്ന് പോകാനും പറ്റില്ല. സോ നമുക്ക് എന്തായാലും ഫൈൻ അടയ്ക്കേണ്ടി വരും ഉറപ്പായി. ഞാൻ പിന്നെ ചലാൻ അടിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇരുന്നായിരുന്നു. ഇപ്പോൾ അടയ്ക്കാണ്ട് വേറെ വഴിയില്ല. സാറാണെങ്കിൽ വണ്ടിയുടെ ചുറ്റും നോക്കി നടക്കണമുണ്ട്. നമുക്ക് എന്തായാലും സാറിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ വേറെ പരിപാടി നടക്കില്ല എന്ന് പറയണത്. എന്തായാലും സാറിൻ്റെ ID എടുത്തിട്ട് നമുക്ക് അടിച്ചു നോക്കാം. ഫൈൻ എന്തായാലും അടയ്ക്കണം. ടൈപ്പ് ചെയ്തിട്ട് വിടാം. കൺഫേം കൊടുക്കാം. സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചെക്കൻ്റെ പേരിലും അങ്ങനെ പണി കിട്ടി. ഇങ്ങനെ ഒരു പണി വരുമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. പെട്ടെന്നാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കിട്ടി. സാറിന് പൈസ അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാൻ ബാക്കി ഇനിയിപ്പോൾ എന്താ പറയണമെന്ന്.
സാറിന് ഫണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിൽ കുറേ മച്ചാന്മാർ വന്നിട്ടൊക്കെ ഉണ്ട്. സാറിത് മറ്റേ അവൻ്റെ കാറിൻ്റെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ കിട്ടും അവനുള്ളത്. നമുക്ക് എന്തായാലും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും അയക്കണം എന്നുള്ള കാര്യം അറിയില്ല. ഇനി ബഗ്ഗാണെന്ന് അറിയില്ല. സാറിന് എന്തായാലും ചോദിച്ചു നോക്കാം. കിട്ടിയോന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. സാറിത് ഇല്ല എന്ന് പറയണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്യേണ്ടി വരും. ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അയച്ചു കൊടുക്കേണ്ടി വരും. എന്തായാലും അയച്ചു നോക്കാം. അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും അവനിപ്പോൾ അടുത്ത് എന്തായാലും പണി കിട്ടും. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സാറ്. അവനുള്ളതായി. അപ്പോൾ ഇന്നത്തേക്കുള്ളത് അവനെന്തായാലും പണി കിട്ടും. ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പൈസ അയച്ചു കൊടുക്കൽ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ 47,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു പണിയാണ്. അപ്പോൾ എന്തായാലും ഇവനും പണി കിട്ടും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്ത് കിട്ടിയോ ചോദിച്ചോ. ഇനിയിപ്പോൾ വീണ്ടും ബഗ്ഗായെന്നറിയില്ല. ഫണ്ട് ഇപ്പോൾ എത്ര കയ്യിൽ നിന്ന് പോയി നിൽക്കൊരു പിടുത്തമില്ല. സാറിൻ്റെ കയ്യിൽ ഫൈന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് ഒന്നും നടക്കില്ല ഗൈസ്, സോറി. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. സീ സൂൺ, ബൈ ബൈ.